ചാറ്റ് ഷൂട്ട് മാത്രം ഫോക്കസ് ആക്കിയിട്ടല്ല ആക്ച്വലി യൂട്യൂബ് തുടങ്ങിയത്. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം വേ ഓഫ് പ്രസൻറ്റേഷനോ എന്താ എനിക്കറിയില്ല, അത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും പല ആൾക്കാരും കോൺടാക്ട് ചെയ്തു. അവർക്ക് വേണ്ടിയിട്ട് ഓരോ ഫേർണിച്ചർ വർക്ക്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓരോ ടീമിലൂടെ കുറേ വർക്ക്സ് വന്നു, നല്ല നല്ല വർക്ക്സ്. അപ്പം വന്നപ്പോൾ കമ്മിറ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല, കാരണം നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്ന് തോന്നി, അതിനുള്ള ഒരു കാലിബർ ഉണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ആ ഒരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. സംസാരിച്ച് തുടങ്ങിയപ്പം ഇത് സംസാരിച്ച് കിട്ടിയ കോൺഫിഡൻസ് ആണ്, ഫസ്റ്റിനെ ഉണ്ടായ കോൺഫിഡൻസ് അല്ല, യൂട്യൂബ് ത്രൂ വന്ന കോൺഫിഡൻസ് ആണ്. അപ്പം അങ്ങനെ അതൊക്കെ കമ്മിറ്റ് ചെയ്ത് വർക്ക്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പബ്ലിക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ യൂട്യൂബ് ലിങ്കൊക്കെ മെയിനായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഒത്തിരി വ്യൂവേഴ്സിനെ കിട്ടാൻ നമുക്ക് സാധ്യതകൾ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു പബ്ലിക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്തു, ആ ജേണി അങ്ങനെ പോയി. സ്റ്റാർട്ടിങ്ങിലൊക്കെ അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നല്ല വ്യൂസ് എന്നെ സംബന്ധിച്ചിട്ടെന്ന് വെച്ചാൽ 1000-2000 വ്യൂസൊക്കെ എനിക്ക് ഭയങ്കര നല്ല വ്യൂസ് ആയിരുന്നു. കാരണം വലിയ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പം 25-30 ലക്ഷങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ചെറിയൊരു സ്റ്റാർട്ടാണെങ്കിൽ കൂടി നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും തന്നിട്ടുണ്ടായത്. അതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയും താങ്ക്സും ഉണ്ട്. ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് വരാൻ പറ്റിയത്. പിന്നെ നമ്മുടെ വീഡിയോസ് കുറയാൻ തുടങ്ങി, കണ്ടൻസ് വരുന്നത് കുറയാൻ തുടങ്ങി. അപ്പം ഓഫ് കോഴ്സ് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളോട് അത് കമൻറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്നോട് പേഴ്സണലി പറയാൻ തുടങ്ങി, വീഡിയോസ് ഇനി ഇടണം, ഇതെന്താ ഇടാത്ത, എന്താ വീഡിയോസ് കാണാത്ത. അതിനൊക്കെ റീസൺസ് ഉണ്ടായിരുന്നു, നമ്മുടേതായി വെറുതെ ഇടാതെ നിൽക്കുന്നവരെ. ഫസ്റ്റ് റീസൺ അതിലെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ, എനിക്ക് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല. സാധാ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോണായിരുന്നു എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ക്ലാരിറ്റി ഉണ്ടാവും, പക്ഷേ നമ്മൾ പിന്നീട് അത് കാണുന്ന സമയത്ത് ക്ലാരിറ്റി ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് പോയി, ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ എത്തുമോ. അപ്പം എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി, ഇല്ലെങ്കിൽ എനിക്ക് ഒത്തിരി വീഡിയോസ് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. മെയിൻ റീസൺ ഫോണായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ എൻ്റെ കയ്യിൽ ഈ ഫോൺ തന്നെയാണ്. അപ്പം അങ്ങനെ ഫോണാണ് ഒരു റീസൺ കണ്ടന്റ് കുറയാനുള്ളത്. രണ്ടാമത് ഞാൻ പറഞ്ഞു, ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതായത് രണ്ടാളും രണ്ട് സൈഡിലാണ്, അല്ലാതെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്ട്രിക്ഷൻസിൻ്റെ ഭാഗം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഫാമിലിയിൽ വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ചെയ്യുന്നതിനോടോ ഇതിലേക്ക് ഇറങ്ങുന്നതിനോടൊന്നും. എതിർപ്പുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് എന്നിട്ടും ഞാൻ എൻ്റെ എനിക്ക് അമ്മനെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അമ്മ എൻ്റെ ഒരു കാലിബർ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അതിലുണ്ടായത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്, അപ്പം അതിലെനിക്കൊരു സപ്പോർട്ട് കിട്ടും. അപ്പം ഞാൻ അമ്മേൻ്റെ ആ ഒരു കോൺഫിഡൻസ്, എൻ്റെ വുഡ് ബി നല്ല സപ്പോർട്ടും നല്ല കോൺഫിഡൻസും എനിക്ക് തന്നിട്ടുണ്ടായത്. അപ്പം ഞാൻ അതിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു, കണ്ടിന്യൂ ചെയ്യേണ്ട, ഡിസ്കണ്ടിന്യൂ ചെയ്തൊന്നും വേണ്ട. അപ്പം കുറേ വട്ടം തിങ്ക് ചെയ്തിട്ടുണ്ട്, നിർത്തിയാലോ. പിന്നെ ചോദിച്ചു വേണ്ട, കഷ്ടപ്പെട്ട് തുടങ്ങിയതല്ലേ, നിർത്തണ്ട, പറ്റുന്നിടത്തോളം പോവാം, നല്ല രീതിക്ക് കൊണ്ടുപോകണം എന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ പോയി. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പം തൊട്ട് ജേണി സ്റ്റാർട്ട് ചെയ്ത് തൊട്ടേ കേൾക്കാൻ തുടങ്ങിയ ക്വസ്റ്റ്യനാണ്, എത്ര പൈസ കിട്ടി, എത്ര പൈസയാണ് കിട്ടുന്നത്, യൂട്യൂബ് എത്ര ലക്ഷം തന്നോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾ മനസ്സിലാക്കുമോ എന്ന് എനിക്കറിയില്ല, അവരവർ തന്നെ അവരവരുടെ ഫോണിൽ യൂട്യൂബ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പം നിങ്ങൾക്ക് വളരെ ബോധ്യം വരും എന്തൊക്കെ കടമ്പകൾ കടന്നിട്ടാണ് നമ്മളെ കയ്യിൽ പൈസ കിട്ടുന്നതെന്നുള്ളതും എത്ര കിട്ടുന്നതെന്നുള്ളതും അതിനെന്തൊക്കെ കഷ്ടപ്പാടുണ്ട് എന്നും എന്തൊക്കെ വേണം എന്നുള്ളത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ക്വസ്റ്റ്യനാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. കാരണം അറ്റ്ലീസ്റ്റ് സപ്പോർട്ട് തരാനല്ല, സപ്പോർട്ട് ഈ ഫാമിലിയിലുണ്ട്, അങ്ങനത്തെ ആൾക്കാർ ഔട്ട്സൈഡിൽ നിന്നുണ്ട് നമ്മളോട് അങ്ങനെ ചോദിച്ചത്. ഇവൻ ഐശ്വര്യ ചെയ്യുന്നത് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ടല്ല തന്നത്. ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതാ, എത്ര പൈസയാണ് കിട്ടിയത്. അപ്പം അതെന്നെ ഭയങ്കര ഡൗൺ ആക്കുക ചെയ്തിട്ടുണ്ടായത്. പൈസ മാത്രം അല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നത്, നമ്മളെ ഒരു ഇഷ്ടം, നമ്മൾ വീട്ടിലുള്ള കാര്യം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള കാര്യം നിങ്ങൾ പ്രേക്ഷകരെ ജനങ്ങളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുക, നിങ്ങൾക്കും കൂടി അതിൽ ഒരു അറിവ് തരിക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാഴ്ചകളും സ്ഥലങ്ങളും അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുക, അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നുണ്ടായത്. അപ്പോൾ പൈസ മാത്രമല്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം. ഇൻസ്ട്രക്ഷൻസ് എല്ലാം വായിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം, നല്ലൊരു നെയിം കൊടുക്കണം, പിക്ചർ കൊടുക്കണം. പിന്നെ അഗെയിൻ അത് കഴിഞ്ഞിട്ട് 1000 സബ്സ്ക്രൈബേഴ്സാണ് ഫസ്റ്റത്തെ കടമ്പ. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും. ഈ 4000 വാച്ച് അവേഴ്സ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും. സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് എങ്ങനെ പോയാലും ആക്കിയെടുക്കാൻ പറ്റും, 1000 വിഷയമല്ല. 4000 വാച്ച് അവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വാച്ച് അവേഴ്സ് കയറാത്തതിൻ്റെ ഒരു പ്രശ്നം. നല്ല വീഡിയോസ്, ഒത്തിരി വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കയറാണ്ട് നിൽക്കുന്നില്ല. പക്ഷെ നമുക്ക് വീഡിയോസും കുറവായിരുന്നു, അതിന് മാത്രമുള്ള കണ്ടന്റും നമ്മളെടുത്ത കുറവായിരുന്നു, അതുകൊണ്ടായിരുന്നു നമുക്ക് കിട്ടാതിരുന്നത്. അപ്പം അതും കഴിഞ്ഞ് എഗെയിൻ വേറൊരു കടമ്പ കൂടിയുണ്ട്, അതിപ്പം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല.
സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതും കഴിഞ്ഞിട്ട് വേണം, മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ പോലും അതും കഴിഞ്ഞിട്ട് വേണം അതിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്ത കൂട്ടർക്ക് മാത്രമേ അതിനെ പറ്റിയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പം ഇതിനടുത്ത് തന്നെ എൻ്റെ ഒരു ചേച്ചി, എൻ്റെ ചേട്ടൻ്റെ ഭാര്യ, ആൾ പുറത്താണ് അവർ. അപ്പം ചേച്ചി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. ചേച്ചി ഇപ്പം അടുത്ത ദിവസം എനിക്ക് മെസ്സേജ് ചെയ്തു, നല്ല പണിയുണ്ടല്ലേ മോണിറ്റൈസ് ആവാനും അതൊക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ചേച്ചിക്ക് മനസ്സിലായോ? ഇതുപോലെ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കാനുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ. അത് തുടങ്ങിയതുകൊണ്ടാണ് ആ ചേച്ചിക്ക് അതിനെപ്പറ്റി മനസ്സിലായത്. നല്ല ബുദ്ധിമുട്ടുണ്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ ഓർമ്മയിൽ ഫേസ് ചെയ്ത് വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ സംഗീത് ഡൗൺ ടു എർത്ത് പേഴ്സൺ ആണ്, എടുത്ത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ എനിക്കൊന്ന് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ നല്ല മോട്ടിവേഷൻ തന്ന അത് എങ്ങനെയാണ് അത്രയും ഭംഗിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് അവനും പഠിച്ചിട്ട് എന്നെ ഒരുപാട് എനിക്ക് റെഫർ ചെയ്താന്ന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വെറും ഒരു ഫോട്ടോ വീഡിയോ എടുക്കുന്ന മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിൻ്റെ ബാക്ക് ബോണാണ് ആളുടെ ഒരു കഴിവാണ്. കാരണം തംബ്നെയിൽ ഇത്ര മനോഹരമായിട്ട് ഓരോ വീഡിയോക്ക് കൊടുക്കാനും വീഡിയോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാനും മെയിനായിട്ട് ആളെയാണ് പറയേണ്ടത്. അവൻ്റെ ആ ഒരു കഴിവുള്ളതുകൊണ്ടാണ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നതും ആ തംബ്നെയിൽ കാണുമ്പോൾ നിങ്ങൾ ആ വീഡിയോനെ ഇഷ്ടപ്പെടുന്നതും കാര്യങ്ങളും ഒക്കെ. ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഞാൻ ഡൗൺ ആകുമ്പോഴൊക്കെ എനിക്ക് നല്ല മോട്ടിവേഷൻ തരാറുണ്ട്. സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യണം, എനിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പം ആളോട് ഞാൻ സ്പെഷ്യലായിട്ടൊരു താങ്ക് യു പറയുന്നു ഈ ഒരു മൊമെൻറ്റിൽ. പിന്നെ കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, എന്താ ഇപ്പം ക്ഷീണിച്ചിട്ട് കാണുന്ന വീഡിയോയിലേക്ക്, എന്താ ഉഷാറില്ലാത്ത? നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് നല്ല ടൈമും ഉണ്ടാവും, മോശം ടൈമും ഉണ്ടാവും. എപ്പോഴും നമുക്ക് സ്മൈൽ ചെയ്ത് പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റണമെന്നില്ല. ഡൗൺ ആകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, നെഗറ്റീവ് അടിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. ഇതുപോലെ തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട് കുറേ ഡൗൺ ആയിട്ടുള്ള സിറ്റുവേഷൻ, സ്ട്രെസ്, ടെൻഷൻ. ഞാനിപ്പോൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ അതിൽ നിന്ന് ഓക്കെ ആവുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ടൈമാണ് ഞാൻ കുറച്ച് ഡൗൺ ആയിട്ട് നിങ്ങൾ കാണുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റെഗുലറായിട്ട് കൺമഷിയൊക്കെ കണ്ണൊക്കെ എഴുതിയിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യാറുള്ളത്. പണ്ടേ അങ്ങനെയാണ്. അപ്പം ആ മുഖം കണ്ടവർക്ക് ഓക്കെ, ആ സമയത്ത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര ആക്റ്റീവാണ്, നല്ല ഫ്രഷ് ഇതായിട്ടുള്ള മുഖം കാര്യങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അടുത്തായിട്ട് അതൊക്കെ നിർത്തിയതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കണ്ണിന് ഇച്ചിങ്ങും കാര്യങ്ങളും ഇറിറ്റേഷനൊക്കെ വന്നപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഒന്ന് ബ്രേക്ക് ഇട്ടേക്കാം, ഒരു ചേഞ്ച് ഇരിക്കട്ടെ. അങ്ങനെയാണ് ഞാൻ അതൊക്കെ നിർത്തിയത്. അപ്പോൾ അതിനുശേഷം എന്നെ കാണുന്നവർക്കൊക്കെ തോന്നി ഐശ്വര്യ എന്തോ വീക്കാണ്, മുഖമൊക്കെ നമുക്കറിയാലോ കണ്ണെഴുതാണ്ടിരിക്കുമ്പോഴുള്ള നമ്മളെ മുഖം. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ കണ്ണെഴുതാത്ത കൊണ്ടൊക്കെ അങ്ങനെ വീക്കായി തോന്നിയതുണ്ട്. ഞാൻ ആക്ച്വലി വീക്കല്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വട്ടം തിങ്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്താലോ, യൂട്യൂബ് ഡിസ്കണ്ടിന്യൂ ചെയ്താലോ, പിന്നെ ഈ ആഡ്സ്, വർക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാം ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് ഒരുപാട് തവണ തിങ്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതായിരുന്നില്ല, മീൻസ് ഇതാണ് എനിക്ക് ലൈഫിൽ ആവണ്ടേ, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ ആഡ്സ് ചെയ്യണം, ആങ്കറിങ് ചെയ്യണം, അതൊന്നും ആയിരുന്നില്ല എൻ്റെ ഡ്രീം ആക്ച്വലി. പിന്നെ ഞാൻ വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഇതിലോട്ടേക്ക് വന്നു. അങ്ങനെയാണ് ഈ ഒരു അവസരം കിട്ടുന്നത്. എനിക്ക് ആക്ച്വലി ഒരു ഫേമിൽ കയറി വർക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ യാത്രകൾ പോകാനും എൻ്റെ ഏറ്റവും വലിയ ലൈഫിലെ ഇപ്പോഴത്തെ കറണ്ട് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്ലേസസിൽ യാത്ര പോവുക, എക്സ്പ്ലോർ ചെയ്യുക, വിസിറ്റ് ചെയ്യുക. അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് തന്നെ ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഞാനിപ്പം ഇതിൽ തന്നെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ, മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ എൻ്റെ പ്ലാൻസ് ആണ് അതൊക്കെ. എനിക്കറിയില്ല അതൊക്കെ നടക്കുമോ ആവോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നേരമൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, ചെയ്യാൻ പറ്റുമോയെന്നും എനിക്കറിയില്ല, ഇതെത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും എനിക്കറിയില്ല. പറ്റുന്നിടത്തോളം പോകട്ടെ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ മൂഡും കാര്യങ്ങളും പോലെ ഇരിക്കും അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതും കണ്ടിന്യൂ ചെയ്യാത്തതൊക്കെ. അപ്പോൾ മെയിനായിട്ട് ഈ വീഡിയോ കുറേ നാളായി ചെയ്യണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആപ്റ്റായിട്ടൊരു മൊമെൻറ്റ് ഇന്നാണ് കിട്ടിയത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഫർഹാന എന്നാണ് ആളുടെ പേര്. അപ്പം സംഗീതിൻ്റെ പോലെ തന്നെ സംഗീക്ക് ഇപ്പോൾ സംഗീ ഇല്ലാത്ത സമയത്ത് ഫറയാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് തരാറുള്ളത്, വർക്ക്സും കാര്യങ്ങളും. പറയാൻ വിട്ടുപോയി, സംഗീത് ജോബൊക്കെ കിട്ടി ദുബായിലേക്ക് പറന്നു പോയി. ഇപ്പം ആളില്ല. ഇപ്പം വീഡിയോസൊക്കെ ഫറയുടെ ഐഫോണാണ് ഫറക്ക്. അപ്പം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ ഫോൺ പൊട്ടയായിട്ട് എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നതാണ് വിളിക്കുക, വീഡിയോസും കാര്യങ്ങളും എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ. അപ്പോൾ ആൾ ഒരു മടിയും കൂടാതെ എല്ലാം എടുക്കുക എൻ്റെ കൂടെ തന്നെ വന്ന്
ഞാനും പറയും കൂടി വീഡിയോസ് എടുക്കും. സംഗീതത്തിന് സമയമില്ലാത്ത സമയത്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാറ്. VN അല്ലെങ്കിൽ ഇൻഷോട്ടിൽ അവന് ടൈമുള്ളപ്പോൾ അവൻ ഓഫ്കോഴ്സ് ഇരുന്ന് എഡിറ്റ് ചെയ്തിട്ട് അയച്ചു തരും. എന്നിട്ട് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വരെ എത്തിയതും ചെയ്യുന്നതും എല്ലാം. കാണുന്നവർ വിചാരിക്കും എന്തൊരു ഈസി അല്ലേ ഒരു യൂട്യൂബിൽ വെറുതെ ഇങ്ങനെ വർത്താനം മറ്റ് വീഡിയോ ഇടുന്നു, പൈസ വരുന്നു. അതൊന്നും അല്ല. ഇത് അടുത്തറിയുന്നവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞ കൂട്ടർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എത്ര കഷ്ടപ്പാടും വിഷമവും ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ടൈം വീഡിയോ എടുക്കുന്ന സ്റ്റാർട്ടിങ് സമയത്ത് സംഗീതിൻ്റെ ഫോണ് നല്ല ഫോണായിരുന്നു. നമ്മൾ ഒരു പൈതൽ മല എന്ന് പറയുന്ന ഒരു പ്ലേസിൽ വ്ളോഗ് എടുക്കാൻ പോയ സമയത്ത് നല്ല മഴ പെയ്തപ്പം ബാഗിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഫോണിലേക്ക് കയറിയിട്ട് ആളുടെ ഫോൺ കംപ്ലീറ്റ്ലി പോയി. എടുത്ത വീഡിയോസ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം വേറെ വഴിയില്ല, ഫോൺ മാറ്റണം. അപ്പം ആളുടെ കുറേ പേരോട് ഡിസ്കസ് ചെയ്തപ്പം വ്ളോഗിനൊക്കെ പറ്റിയൊരു ഫോൺ എടുക്കാൻ വിചാരിച്ചിട്ട് വിവോൻ്റെ ഒരു ഫോൺ, അടിപൊളി ഫോണായിരുന്നു, നല്ല ക്വാളിറ്റി ആയിരുന്നു വീഡിയോയും കാര്യങ്ങളൊക്കെ. അതൊന്നും എടുത്തു പോയിട്ട് ഇതിനായിട്ട് ആൾക്ക് യൂസ് ചെയ്യാം, പിന്നെ ഇതിനെ കൂടി വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ എടുത്തിട്ടാണ് പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇവരെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം എൻ്റെ കയ്യിലൊരു നല്ലൊരു ഫോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറ ക്വാളിറ്റി എനിക്ക് പറയുന്നയാലും സംഗീതനായാലും എപ്പോഴും എനിക്കൊരു കണ്ടൻറ്റ് പെട്ടെന്ന് എൻ്റെ മുന്നിൽ വരുമ്പം എനിക്ക് ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. എനിക്ക് ഓണായിട്ട് എടുക്കുമ്പം അയ്യോ എൻ്റെ ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോവില്ലേ എന്നുള്ള ഒരു തോട്ട് എനിക്ക് വരുന്നതുകൊണ്ടാണ് കുറേ കണ്ടൻറ്റ്സ് ആക്ച്വലി എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായത്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ചീത്തയായാലും കുഴപ്പമില്ല, കണ്ടൻറ്റ്സ് മിസ്സാവേണ്ട എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് അങ്ങനത്തതൊക്കെ എൻ്റെ ഫോണിൽ തന്നെ എടുത്ത് അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബാക്കി വീഡിയോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡൗൺ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സംഗീത് പോയിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം. കാരണം വീഡിയോ എടുക്കാൻ പോകാനും അതിനുള്ള ബുദ്ധിമുട്ടും പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിലായിക്കഴിഞ്ഞാൽ ഞാനെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ കുറേ മിസ്റ്റേക്സും എനിക്കുണ്ട്. പിന്നെ ചില സമയത്ത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. കാരണം ഭയങ്കര സ്ട്രെസ്സാണ്. ഇത് കട്ട് ചെയ്യുക, ബൈൻഡ് ചെയ്യുക, വോയിസ് കൊടുക്കുക, തമ്മനെയിൽ ഉണ്ടാക്കുക, നല്ല പണിപ്പാടാണ്. അപ്പോൾ ഇടയ്ക്ക് ചിന്തിക്കുമോ മതി ഇട്ടിട്ട് പോയാലോ. പിന്നെ വിചാരിക്കും എത്ര കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ച് മോണിറ്റൈസേഷനൊക്കെ ആയതല്ലേ, ഇടണ്ട കുറച്ചുകൂടി പോവാന്ന് ഇടയ്ക്ക് മടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളും നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ. അപ്പോൾ ക്വസ്റ്റ്യൻസ് പിന്നെ ഏതോ ഒരു ചേച്ചി ചിലപ്പോൾ ഈ വ്ളോഗ് കാണുമ്പോൾ ആ ചേച്ചിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുമായിരിക്കും. എൻ്റെ ഒരു ഗാർഡൻ നഴ്സറീൻ്റെ ഒരു വ്ളോഗിന് ആ ചേച്ചി കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഈ പ്രസൻറ്റേഷൻ നന്നായില്ല എന്തോ സംതിങ്. ആ സമയത്ത് എൻ്റെ ബ്രദർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇരട്ട കുട്ടികളാണ്. എനിക്കൊരു ബ്രദർ ഉണ്ട്, അക്ഷയ് എന്ന പേര്. ആൾ ദുബായിലാണ്. ആൾ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം സംഗീത ഇവിടെയിലെ ദുബായിലായിരുന്നു. ആളുടെ ഫോണിലായിരുന്നു വ്ളോഗും കാര്യങ്ങളൊക്കെ. അക്ഷയും ഞാനും ഒന്നിച്ച് പോയിട്ടാണ് എടുക്കലും പിടിക്കലൊക്കെ. അക്ഷയ്ക്ക് സത്യം പറഞ്ഞാൽ ഐഡിയ ഇല്ല ഒരു വീഡിയോ എങ്ങനെ പ്രോപ്പറായിട്ട് എടുക്കുന്നുള്ള കാര്യത്തിൽ. കാരണം ഒരു ഫ്രഷറാണ്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എല്ലാവർക്കും സംഗീതമാവാനും പറ്റില്ല. അപ്പോൾ അവൻ്റെ കഴിവ് പോലെ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ വീഡിയോ അവൻ എടുത്തത് പെർഫെക്റ്റ് ആയിരുന്നില്ല. പിന്നെ വീഡിയോ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോൾട്ടാണ് ചേച്ചി ആ വീഡിയോയിൽ കണ്ടത്. അപ്പം കമൻറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് ബാക്കിൽ നിന്നിട്ട്. ആ ചെയ്യുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എത്ര വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ചില സിറ്റുവേഷൻസിൽ കമൻറ്റ് കണ്ടിട്ടൊന്നുമില്ല, ചില സിറ്റുവേഷനിൽ ഞാൻ കരഞ്ഞ സിറ്റുവേഷൻസ് വരെയുണ്ട് ഒത്തിരി വിഷമിച്ചിട്ട്. കാരണം എനിക്കിത് സ്റ്റാർട്ട് ചെയ്തിട്ടും എനിക്ക് ഒത്തിരി ബാഡ് ഇൻസിഡൻസ് എൻ്റെ ഫാമിലിയിൽ നിന്നും ലൈഫിലും ഒക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു ഫീൽഡിൽ ഇറങ്ങിയാൽ എനിക്ക് സപ്പോർട്ട് കിട്ടിയെടുക്കാൻ തന്നെ എനിക്ക് എന്താ പറയുക നെഗറ്റീവായിട്ട് വളരെ മോശം രീതിയിലുള്ള സപ്പോർട്ട് ഇല്ലായ്മയും അങ്ങനത്തെ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ പല ആൾക്കാരിൽ നിന്നും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാരണം പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു കഴിവിനെ കണ്ടറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാനോ കൂടെ നിൽക്കാനോ ഉള്ള ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഫസ്റ്റ് തന്നെ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവർക്കും കുറ്റം പറയാനായിരുന്നു ഫസ്റ്റ് ഭയങ്കര ഇഷ്ടം. ആരും നല്ലതല്ല പറഞ്ഞിരുന്നത്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഇത്. പിന്നെ 99 ശരിയുണ്ടായാലും 100ാമത്തെ ഒരു തെറ്റല്ലേ എല്ലാവരും കണ്ടുപിടിക്കുള്ളൂ. അപ്പോൾ അതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പോൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഒത്തിരി വിഷമിച്ചിട്ടാണ് ഈ ഒരു ഇന്നിപ്പോൾ 2 കറക്റ്റ് എനിക്കറിയില്ല അത്ര സബ്സ്ക്രൈബേഴ്സ് അത്ര ഫാമിലി ഉണ്ട് നമുക്കിപ്പം. ഒരുപാട് ആൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് കമൻറ്റ് ഇടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദി, താങ്ക് യു. പിന്നെ ഇതിനടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കോളേജിൽ, അനുപം എന്നാണ് ആളുടെ പേര്. അപ്പം ഇപ്പോൾ ഒരു വിഷുവിൻ്റെ 2 days ബാക്ക് ആളെനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു, ഐഷു നിൻ്റെ വീഡിയോ എൻ്റെ അമ്മ റെഗുലറായിട്ട് കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണിച്ചിട്ട് പറയാറുണ്ട് ഈ കുട്ടി കണ്ണൂരിലാന്ന് തോന്നുന്നു, ഇത് വീഡിയോസൊക്കെ കണ്ടോ, നമുക്ക് പുലരി ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കണം, ആ കുട്ടിയുടെ വ്ളോഗ് കണ്ടു ഇഷ്ടം.
അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര. ഞാനിതിൽ ലൈവായിട്ട് താങ്ക് യു സോ മച്ച് ആൻറ്റി. പിന്നെ അനുപമിൻ്റെ അമ്മക്ക് ഒരുപാട് താങ്ക് യു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് എന്നെ എത്രത്തോളം ഹാപ്പി ആക്കി എന്നുള്ളത് ആ മൊമെൻറ്റിൽ ഞാൻ മനസ്സിലാക്കി. കാരണം അങ്ങനെ ഒരാൾ നമ്മളോട്, ഒരു അമ്മ, ഒരു ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ കണ്ടു. ആൾക്കറിയില്ല ആളുടെ ഫ്രണ്ടാണ് ഞാൻ, നമുക്കറിയില്ല. പക്ഷെ എന്നോട് അങ്ങനെ അവൻ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം കൊണ്ട് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു. ഭയങ്കര സന്തോഷമായി പോയി എനിക്ക്. ഓക്കെ, ഇങ്ങനെ ആൾക്കാർ കണ്ട്. അപ്പം ഞാനിതാ ആഗ്രഹിക്കുന്നത്, നെഗറ്റീവ്സും വേണം പോസിറ്റീവ്സും വേണം. വെറും പോസിറ്റീവ് ഉണ്ടായ ഒരു കാര്യമില്ലല്ലോ. അപ്പം എല്ലാം വേണം. പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും മോശക്കാരാക്കാനോ ഒന്നുമല്ല പറഞ്ഞത്. എനിക്ക് അനുഭവിച്ച കാര്യങ്ങളും ഞാൻ ഫീൽ ചെയ്ത കാര്യങ്ങളും ഞാൻ വന്ന അപ്പും ഡൗൺസും എല്ലാം ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനൊരു ഇതിൽ വന്നിട്ട് ചെയ്തിട്ട് ഇവിടെ വരെ നിൽക്കുന്നത്. വീഡിയോയിൽ എല്ലാവർക്കും കാണുമ്പോൾ എന്താ ഭാഗ്യം, അവിടെ പോകണു ഇവിടെ പോകണു, ട്രാവൽ ചെയ്യുന്നു, വ്ളോഗ് എടുക്കുന്നു. എല്ലാവരും ചിരിച്ച മുഖങ്ങളും ആക്റ്റീവായിട്ടുള്ള സംസാരങ്ങളും മാത്രമേ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ബാക്കിലുണ്ടായ സ്ട്രഗിൾസും വിഷമങ്ങളും ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒന്നും ആരും കണ്ടിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേഴ്സണൽ ഒരു ടൈം എടുത്തിട്ട് ഞാൻ ഈ ഒരു വ്ളോഗ് കണ്ടത്. അപ്പോൾ എത്ര പേര് എനിക്കത് കാണുമെന്നറിയില്ല, കാണുന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും കീപ്പ് ഓൺ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.